മകൻ അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകനും ആത്മഹത്യ ചെയ്ത ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഈ മകൻ കല്യാണം കഴിച്ച കുട്ടി എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കുടുംബത്തിൽ പെട്ടതാണ്. നിരന്തരം ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു പരാതിയുണ്ട്. 2 ദിവസം മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ മാതാവിനോട് മോശമായി പെരുമാറി എന്നുള്ള നിലയ്ക്കുള്ള പരാതിയാണ് കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അതിന്റെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ കുട്ടിയം പോലീസാണ് കൃത്യമായി പറയുവാനുള്ളത്. ഇവിടെ ഈ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ നിഴലിച്ചു നിൽക്കുകയും ഇവിടെയുള്ള മുഴുവൻ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടും അവരുടെ വീട്ടുകാരുമായി പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അന്വേഷണം നടത്തേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അമ്മയുടെ ശരീരം കഴുത്തറുത്ത നിലയിലും മകൻ തൂങ്ങി നിൽക്കുകയാണ്. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. ഈ കുട്ടി പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട്. അതും പോലീസ് പൂർണ്ണമായി പറയേണ്ടതാണ്. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ്. സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 7 മണിവരെയും ഇവരെ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട്. അതിനുശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും ഈ പ്രാഥമിക ഘട്ടത്തിൽ നമ്മളെന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഓക്കെ. നമ്മുടെ തൃക്കോലോട്ടം ഗ്രാമപഞ്ചായത്തിൽ കിഴവൂർ 13-ാം വാർഡിൽ PK ജംഗ്ഷന് സമീപം രാവിലെ ഒരു കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവര ഫോൺ കോൾ വരുന്നതുകൊണ്ടാണ് ഞാൻ കൂടിയെത്തിയത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മ മരണപ്പെട്ട് അവിടെ കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നു. മകൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. ഇതാണ് ഞാൻ കണ്ട. പോലീസെല്ലാം അവിടെ ഉണ്ട് ഞാൻ വരുമ്പോൾ. ഇത് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് അറിയുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇതിന് വ്യക്തമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ഇപ്പം അമ്മയെ കഴുത്തറുത്ത് കൊന്നയാണോ അതോ ആത്മഹത്യ ചെയ്തത്? കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു. ഇപ്പം വന്നപ്പോൾ കഴുത്തറുത്ത് ഒരു മുറിയിൽ കഴുത്തറുത്ത് കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ തൊട്ടടുത്ത മുറിയിൽ മകൻ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഇപ്പം ഈ നമ്മുടെ മാരകമായിട്ടുള്ള മറ്റ് ഇതുണ്ടല്ലോ, മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. കാര്യം ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് ഇതിൻ്റെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെന്ന് അറിയില്ല. അത് കറക്റ്റായിട്ട് അന്വേഷിച്ചതിൻ്റെ മറുപടി അത് കണ്ടെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്.